കേരള രാഷ്ട്രീയത്തിലെ തന്നെ വലിയൊരു നിഗൂഢതകളിലൊന്ന് ഇന്നും അവശേഷിക്കുന്ന ഒന്നാണ് സരസൻ സംഭവം. സരസൻ എന്നൊരു മനുഷ്യന്റെ തിരോധാനം എങ്ങനെ ഒരു നാടിനെ മുഴുവൻ പിടിച്ചു കുലുക്കിയെന്നും ഒരു വമ്പൻ രാഷ്ട്രീയ നേതാവിന്റെ കരിയറിനെ ബാധിച്ചെന്നും പറയുന്ന രാഷ്ട്രീയ സംഭവമാണ്. കൊല്ലം ജില്ലയിലെ ചവറയിലാണ് സംഭവം നടക്കുന്നത്. 1981 ജനുവരി 25-നായിരുന്നു ചവറ IRAയിലെ ജീവനക്കാരനായ സരസന്റെ വിവാഹം നിശ്ചയിച്ചിരുന്നത്. കല്യാണത്തിനുള്ള ഒരുക്കങ്ങളെല്ലാം ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞിരുന്നു. ജനുവരി 5-ന് രാവിലെ 8 മണി മുതൽ വൈകിട്ട് 4 മണി വരെയുള്ള ഷിഫ്റ്റ് കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു വന്ന സരസൻ ഹരിപ്പാട് കരുവാറ്റയിലുള്ള സഹോദരിയുടെ വീട്ടിലേക്ക് പോവുകയാണെന്ന് അമ്മ ജാനകിയമ്മയോട് പറഞ്ഞു. എന്നാൽ അന്ന് വൈകിട്ട് 7 മണിയോടെ വീട്ടിൽ നിന്നും പോയ സരസൻ പിന്നീട് മടങ്ങി വന്നില്ല. കരുവാറ്റയിൽ അയാളോട്ട് എത്തിയതുമില്ല. സരസന്റെ തിരോധാനം ചവറയെ ഒന്നടങ്കം നടക്കി. സരസൻ RSP എന്ന പാർട്ടിയുടെ സജീവ പ്രവർത്തകനും ഒരു പോളിടെക്നിക് ഡിപ്ലോമക്കാരനുമായിരുന്നു. പ്രമുഖ നേതാവായിരുന്ന ബേബി ജോണിന്റെ നേരിട്ടുള്ള ഇടപെടലിലൂടെയാണ് സരസനെ IRAയിൽ ജോലി കിട്ടിയത്. ബേബി ജോണിന്റെ നേതൃത്വത്തിലുള്ള യൂണിയന്റെ ട്രഷറർ കൂടിയായിരുന്നു സരസൻ. എന്നാൽ ചില പ്രാദേശിക തർക്കങ്ങളെ തുടർന്ന് സരസൻ പെട്ടെന്ന് RSP എന്ന പാർട്ടി വിട്ട് കോൺഗ്രസ് അനുകൂല സംഘടനയായ INTUCയിൽ ചേർന്നിരുന്നു. രാഷ്ട്രീയത്തിൽ താൻ വളർത്തിക്കൊണ്ടുവന്ന ഒരാൾ ശത്രുവശത്ത് ചേർന്നതിനുള്ള വൈരാഗ്യം മൂലം ബേബി ജോൺ ഗൂഢാലോചന നടത്തി സരസനെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തി എന്ന അഭ്യൂഹം കാട്ടുതീ പോലെയാണ് പടർന്നു പിടിച്ചത്. ബേബി ജോണിന്റെ ആളുകൾ സരസനെ കൊന്ന് ശരീരം മീൻ സൂക്ഷിക്കുന്ന ഫ്രീസറിൽ വെച്ചെന്നും പിന്നീട് കടലിൽ കൊണ്ടുപോയി കൊത്തിയെരിഞ്ഞ് സ്രാവുകൾക്ക് തീറ്റയായി നൽകിയെന്നും വരെ കഥകൾ അന്ന് പ്രചരിച്ചിരുന്നു. 1981 ജനുവരി 27-ന് ചവറ ലോക്കൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു. കേസ് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രക്ഷോഭമായി. സത്യം തെളിയണം എന്നുള്ളതിനാൽ ബേബി ജോണും RSPയും അതേ ആവശ്യം തന്നെ ഉന്നയിച്ചു. ഒടുവിൽ ക്രൈംബ്രാഞ്ച് കൊറ്റംകുളങ്ങരയിൽ വീട് ക്യാമ്പാക്കി അന്വേഷണം തുടങ്ങി. ഒട്ടേറെ പേർ പോലീസിന്റെ ക്രൂരമായ മർദ്ദന മുറകൾക്ക് വിധേയരായി. സരസനെ മംഗലാപുരത്ത് വെച്ച് കണ്ടുവെന്ന് മൊഴി നൽകിയ ജമാൽ എന്ന മത്സ്യക്കച്ചവടക്കാരനെ ക്രൂരമായ പീഡനങ്ങൾക്ക് ഇരയാക്കി. RSPയുടെ യുവജന നേതാക്കളായിരുന്ന സുകുമാരൻ, രാധാകൃഷ്ണപിള്ള എന്നിവർക്കും ക്രൈംബ്രാഞ്ചിൽ നിന്നും ക്രൂരമായ മർദ്ദനമേറ്റു. 1982 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷമായിരുന്ന കോൺഗ്രസ് ഈ സംഭവം വലിയൊരു രാഷ്ട്രീയ ആയുധമാക്കി. ഞാൻ അധികാരത്തിൽ വന്നാൽ 5 ദിവസത്തിനകം സരസൻ കേസ് തെളിയിക്കുമെന്ന് ലീഡർ K കരുണാകരൻ പ്രഖ്യാപിച്ചു. തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ സരസന്റെ അമ്മ ജാനകിയമ്മയെ പങ്കെടുപ്പിച്ചുകൊണ്ട് വൈകാരികമായ പ്രചരണമാണ് നടന്നത്. എന്റെ മകന്റെ മൃതദേഹമെങ്കിലും എനിക്ക് തരൂ, അവന്റെ ചിതാഭസ്മമെങ്കിലും തരൂ എന്ന അമ്മയുടെ വിലാപം നാടെങ്ങും അലയടിച്ചു. മണ്ഡലത്തിൽ സ്ഥാനാർത്ഥികളെക്കാൾ കൂടുതൽ ഉണ്ടായിരുന്നത് സരസന്റെയും അദ്ദേഹത്തിന്റെ അമ്മയുടെയും ചിത്രങ്ങളാണ്. ഇന്ദിരാഗാന്ധി ചവറയിലെത്തി സരസന്റെ മാതാവിന്റെ കണ്ണീർ തുടക്കാൻ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കണമെന്ന് പ്രസംഗിക്കുകയും ചെയ്തു. എങ്കിലും ആ തെരഞ്ഞെടുപ്പിൽ 621 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ബേബി ജോൺ തന്നെ വിജയിച്ചു. വർഷങ്ങൾ കടന്നുപോയി 1986 ഒക്ടോബർ 1-ന് കേരളത്തെ ഞെട്ടിച്ചുകൊണ്ട് ആ വാർത്ത പുറത്തു വന്നു. സരസനെ മംഗലാപുരത്ത് നിന്നും പോലീസ് ജീവനോടെ പിടികൂടിയിരിക്കുന്നു എന്നായിരുന്നു ആ വാർത്ത. തന്നെ ചിലർ തട്ടിക്കൊണ്ടുപോയി മയക്കി കർണാടകയിലെ കടൽ തീരത്ത് ഉപേക്ഷിച്ചു എന്നായിരുന്നു സരസൻ പറഞ്ഞത്. അവിടെ അദ്ദേഹം കൊട്ടിയം രവി എന്ന പേരിൽ ചില കൂലിപ്പണികളൊക്കെ ചെയ്ത് ഒളിവിൽ കഴിയുകയായിരുന്നു. ഒടുവിൽ 1992 ജനുവരി 26-ന് ഹൃദയാഘാതം മൂലം സരസൻ അന്തരിച്ചു. സരസൻ സത്യത്തിൽ സ്വയം ഒളിച്ചോടിയതാണോ അതോ രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഇരയാണോ എന്ന സത്യം ഇന്നും അറിയാൻ കഴിഞ്ഞിട്ടില്ല. ബേബി ജോൺ എന്ന നേതാവിനെ ഒരു കൊലയാളിയായി ചിത്രീകരിച്ച ആ വിവാദം എല്ലാവരും പതിയെ മറന്നുപോയി. ഇപ്പോൾ വർഷങ്ങൾ പിന്നിട്ടതോടെ രാഷ്ട്രീയ സമവാക്യങ്ങൾ പലതും മാറിമറിഞ്ഞു. RSP ഇടതുമുന്നണി വിട്ട് ഇപ്പോൾ UDFിനൊപ്പമായി. പക്ഷേ ഓരോ തെരഞ്ഞെടുപ്പ് കാലവും ഇതുപോലുള്ള കഥകൾ പലതും ആളുകൾ ഓർമ്മിക്കാറുണ്ട്. ചവറക്കാർക്ക് മറക്കാനാകാത്ത ഒന്നാണ് സരസന്റെ കഥയും.